തൃശൂർ കൊടുങ്ങല്ലൂരുള്ള ഒരു കലാകാരനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. പേര് റാഷിദ് സുലൈമാൻ. വീടിൻ്റെ ചുമരിൽ മനോഹരമായ ചിത്രങ്ങൾ തീർത്ത റാഷിദ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചായങ്ങളും വർണ്ണങ്ങളും കൊണ്ട് ഇന്ദ്രജാലം സൃഷ്ടിക്കുകയാണ് റാഷിദ്. ഈ ചെറുപ്പക്കാരൻ്റെ വരകളെ ഒറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാനാകില്ല. ആടുജീവിതത്തിലെ പൃഥ്വിരാജ്, ഭ്രമയുഗത്തിലെ മമ്മൂട്ടി, മലയക്കോട്ടെ വാലിബനിലെ മോഹൻലാൽ, പിന്നെ ആവേശത്തിലെ ഫഹദ് ഫാസിലും. അങ്ങനെ റാഷിദ് സുലൈമാന്റെ കരങ്ങളിലൂടെ ചുവരിൽ പതിഞ്ഞത് ആരെയും അതിശയിപ്പിക്കുന്ന കലാസൃഷ്ടികൾ. സ്വന്തം വീടിന്റെ ചുവർ തന്നെയാണ് റാഷിദിന്റെ ക്യാൻവാസ്. വരച്ചതെല്ലാം റാഷിദ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതെല്ലാം നൊടിയിടയിൽ വൈറലായി. കണ്ടതോ ലക്ഷക്കണക്കിന് ആളുകളും. ഗ്രാഫിറ്റി, സ്റ്റോൺ ആർട്ട്, റിയലിസ്റ്റിക് ഡ്രോയിങ് തുടങ്ങി എന്തും റാഷിദിന്റെ കൈകളിൽ വഴങ്ങും. റാഷിദിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആടുജീവിതത്തിലെ നജീബ്. റാഷിദിന്റെ നജീബിനെ കണ്ടാൽ കാഴ്ചക്കാരൻ അടിമുടി ഞെട്ടും. ഒറ്റനോട്ടത്തിൽ ഒന്നും തന്നെ മനസ്സിലാകില്ല. പഴയ ഫിലിമിൽ ഫോട്ടോ എടുത്താൽ ആദ്യം ലഭിക്കുന്ന നെഗറ്റീവ് പോലെ കാണാനാകും. ചിത്രത്തിന്റെ ഒറിജിനൽ കാണണമെങ്കിൽ അതിനുള്ള ഏക വഴി മൊബൈൽ ഫോണാണ്. ഫോൺ ക്യാമറയിൽ ചിത്രം പകർത്തി സോഷ്യൽ മീഡിയയിലെ കളർ നെഗറ്റീവ് ഫിൽറ്റർ ഉപയോഗിച്ചാൽ ഈ നെഗറ്റീവ് ഇമേജ് കളർ ഇമേജായി മാറും. ഈ അത്ഭുത കലാകാരന്റെ കലാവാസനയ്ക്ക് അതിരുകൾ ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാം ഞാൻ ആ ഒരു ചുമലിൽ തന്നെയാണ് വരച്ചിരുന്നത്. ഫസ്റ്റ് വരക്കുന്നത് വാലിബനിലെ മോഹൻലാലിനെയാണ്, ലാലേട്ടനെയാണ്. അപ്പോൾ ഞാനത് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ്, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വരച്ച് തുടങ്ങണം എന്നുള്ളത്. പൊതുവേ ഞാൻ വാളുകൾ വരക്കാറുണ്ട്, പക്ഷെ നമ്മുടേതായ ഒരു സ്റ്റൈലിലും നമ്മുടേതായ ഒരു പാറ്റേണിലൊക്കെ വരക്കണം എന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വർക്കിന്റെ ബാക്കി വരുന്ന പെയിന്റുകളൊക്കെ സേവ് ചെയ്ത് അങ്ങനെയാണ്. പിന്നെ കൂടുതലും ഭയങ്കര ലോ കോസ്റ്റിലുള്ള പെയിന്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വരക്കുന്നത്. ഇതുകൂടാതെ റാഷിദ് പോസ്റ്റർ ഡിസൈനും ചെയ്തിട്ടുണ്ട്. സുലേഖ മൻസിൽ, ജാനെമൻ, ഉടുമ്പൻ ചോലാവിഷൻ തുടങ്ങിയ സിനിമകൾക്ക് ആദ്യമുഖം വരച്ചു നൽകിയ റാഷിദ് സുലൈമാൻ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായും മാറി. ചെറുപ്പത്തിൽ തന്നെ വരയോടും കലയോടും കടുത്ത അഭിനിവേശമായിരുന്നു റാഷിദിന്. ഓർമ്മ വെച്ച കാലം മുതൽ വരച്ചു തുടങ്ങി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കലയെ ജീവിതമാക്കി. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷാണ് റാഷിദിന്റെ ഏറ്റവും വലിയ പ്രചോദനം. ETV ഭാരത്, എറണാകുളം.